ദൈവത്തിൻ്റെ അതിപരിശുദ്ധമേറിയ നാമം ഈ സന്ധ്യയെങ്കിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. കാണാത്ത ഒരു സന്ധ്യയുടെ യാമം കർത്താവ് നമുക്ക് ദാനമായി നൽകിയതിനെ ഓർത്ത് ദൈവത്തിന് നന്ദി കരയട്ടെ. ക്ലീസസ് മീഡിയ എന്ന ഫേസ്ബുക്ക് ഗ്രൂപ്പിലൂടെ ഈ സന്ധ്യയെങ്കിൽ ദൈവവചനം ശ്രവിക്കുവാൻ ജോയിൻ ചെയ്യുന്ന എല്ലാ അഭിഷിക്തന്മാർക്കും എല്ലാ സഹോദരീ സഹോദരന്മാർക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സന്ധ്യാവന്ദനത്തെ പ്രകാശിപ്പിക്കുന്നു. നമ്മുടെ സമൂഹങ്ങൾ വളരെ ക്ലേശങ്ങളിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിൽ നിന്നും ഒട്ടും ഭിന്നമല്ല ദൈവമക്കളുടെയും ജീവിതങ്ങൾ. പലരും മഹാവിപത്തിൻ്റെ ഇടയിൽ ക്ലേശങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ വർത്തമാന കാലഘട്ടത്തിൽ നമുക്കിങ്ങനെ സന്ധ്യയുടെ യാമത്തിൽ കർത്താവിൻ്റെ വചനത്തിൽ സന്തോഷിക്കുവാൻ ദൈവം അനുവാദവും അവസരവും നൽകിയതിനെ ഓർത്ത് ദൈവത്തിന് നന്ദി കരയറ്റണം. ഇത് നമ്മുടെ യോഗ്യതയല്ല എന്ന് നമുക്ക് നന്നായിട്ടറിയാം. ദൈവം നമ്മളോട് കാണിച്ച മഹാദയ, ദൈവത്തിൻ്റെ വിശ്വസ്തതയാണ്. ആ ദൈവത്തിൻ്റെ സ്നേഹത്തെയും ആർദ്രതയെയും മനസ്സിലാക്കിക്കൊണ്ട് ജീവിതത്തിൽ നമുക്ക് നന്ദിയുള്ളവരായി മുൻപോട്ട് ജീവിതം നയിക്കുവാൻ എല്ലാവർക്കും ദൈവം അവസരം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് അല്പനേരത്തെ വേദചിന്തയ്ക്ക് വേണ്ടി അനുഗ്രഹീതമായൊരു വേദഭാഗം നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ കർത്താവിൽ ഞാൻ ശരണപ്പെടുകയാണ്. അതിന് ചിന്തയ്ക്ക് ആധാരമായി എബ്രായ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വേദഭാഗത്തിലേക്ക് നിങ്ങളുടെ ഏവരുടെയും വിലപ്പെട്ട ശ്രദ്ധയെ കൊണ്ടുവരും. എബ്രായ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വേദഭാഗം നമുക്ക് സുപരിചിതമാണ്. ഈ ഗ്രൂപ്പിൽ ഒത്തിരി അഭിഷിക്തന്മാരുണ്ട്. ദൈവവചനം പഠിപ്പിക്കുകയും ദൈവവചനത്തിന് വേണ്ടുന്ന പ്രാധാന്യം നൽകിക്കൊണ്ട് ദൈവവചനത്തെ വളർത്തിയെടുക്കുകയും ചെയ്യുന്ന കർത്തൃവൃത്യന്മാർ ഈ ഗ്രൂപ്പിലുണ്ട്. അപ്പോൾ ഈ വേദഭാഗം എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം സുപരിചിതമാണെങ്കിലും ദൈവാത്മാവ് ഈ സന്ധ്യയെങ്കിൽ എൻ്റെ മേൽ ഏൽപ്പിച്ചിരിക്കുന്ന ഈ വചനസത്യം നിങ്ങളുമായി ഷെയർ ചെയ്യുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. വാക്യം ഇപ്രകാരം: അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ, നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ച് നോക്കുക. ഈ വേദഭാഗം ഏതെങ്കിലും തരത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഇടപെട്ടിട്ടുണ്ടോ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ക്രിസ്തു എന്ന ആ വലിയ സത്യത്തെ ആവേശത്തോടുകൂടെ സമുദ്രത്തിൻ്റെ മധ്യയിലും ജനസമൂഹത്തിൻ്റെ നടുവിലുമൊക്കെ പ്രഘോഷിക്കാൻ ദൈവദാസന്മാർ സെലക്ട് ചെയ്യുമ്പോൾ തിരഞ്ഞെടുക്കുന്ന അനുഗ്രഹീതമായ ഒരു വേദശകലവും കൂടെയാണ്. അതുകൊണ്ട് ആത്മീയരെ സംബന്ധിച്ചിടത്തോളം ഇത് നമ്മുടെ സ്വന്തം ഒരു വേദഭാഗമാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് വളരെ മനോഹരമായി ഈ 3-ൽ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് വളരെ ഗൗരവത്തോടുകൂടെ പരിചയപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തന്നെ ഈ പുസ്തകവും ഇതിൻ്റെ തുടർന്നുള്ള വിവരണങ്ങളും നമ്മളുടെ ജീവിതത്തിൽ ആത്മീയ പ്രചോദനത്തിന് കാരണമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാനും ആശംസിക്കുകയാണ്. പ്രഭാഷണമായതുകൊണ്ട് തന്നെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, എഴുത്തുകാരെ സംബന്ധിച്ചിടത്തോളം വിഭിന്നമായിരിക്കുന്ന അഭിപ്രായങ്ങൾ വേദപുസ്തകം പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ ഞാനും എബ്രായ ലേഖനത്തിൻ്റെ 13 അധ്യായങ്ങൾ പഠനത്തിന് വിധേയമാക്കി പല ആവർത്തികൾ
തിരുവെഴുത്തുകളുടെ സത്യങ്ങളിൽ കൂടെ കണ്ണോടിച്ചു. എഴുത്തുകാരനെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ ഈ തിരുവെഴുത്തുകളിലേക്ക് ആഴത്തിൽ പഠിച്ചപ്പോൾ എനിക്ക് ബോധ്യമായതും നിരവധി അഭിഷിക്തന്മാർ അംഗീകരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം പേര് പൗലോസ് എന്നുള്ളതാണ്. ഞാനതിൽ ഉറച്ചു വിശ്വസിക്കാൻ കാരണം പഠിപ്പിച്ച അധ്യാപകൻ എനിക്കറിയാവുന്നയാളായതുകൊണ്ടോ കേരളം അറിയപ്പെടുന്ന ആത്മീയഗോളം അംഗീകരിക്കപ്പെടുന്ന ഒരാളാണ് അത് അംഗീകരിക്കുവാൻ ഇടയാണ്. കാരണം വേദപുസ്തകത്തിൽ പൗലോസ് എഴുതിയെന്ന് എനിക്ക് വിശ്വാസം വരത്തക്ക വിധത്തിലുള്ള വേദചിന്തയാണ്. അത് തെളിയിക്കും 2 തെസ്സലോനിക്ക ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 17-18 വാക്യങ്ങൾ എല്ലാ ദൈവദാസന്മാരുടെയും ശ്രദ്ധയിലേക്ക് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. ഞാൻ ഈ എബ്രായ ലേഖനം പൗലോസ് എഴുതിയെന്ന് വിശ്വസിക്കുന്നതിന് പിന്നിലെ ഒരു യാഥാർത്ഥ്യമാണ് ഞാനിവിടെ ഓർമ്മപ്പെടുത്തുന്നത്. ശ്രദ്ധിച്ചു കൊള്ളുക. 2 തെസ്സലോനിക്ക ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 17-18 വാക്യം ഇങ്ങനെയാണ് തിരുവചനം ഓർമ്മപ്പെടുത്തുന്നത്. പൗലോസായ എൻ്റെ കയ്യാൽ വന്ദനം, സകല ലേഖനത്തിലും ഇത് തന്നെയാണ്. പൗലോസ് തൻ്റെ ലേഖനത്തിൽ തുടർമാനമായി വെളിപ്പെടുത്തിയിരിക്കുന്നത് അതാണ് ഇവിടെ പറയുന്നത്. കൃപ എന്ന പദപ്രയോഗം. കൃപയെക്കുറിച്ച് ഇത്ര ആധികാരികമായി ലേഖനങ്ങളിൽ പ്രസ്താവിച്ചിട്ടുള്ളത്, ജനത്തെ പ്രബോധിപ്പിച്ചിട്ടുള്ളത് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് തന്നെയാണ്. അപ്പം ഈ തെസ്സലോനിക്ക ലേഖനം പൗലോസ് കൃപയെന്ന വാചകം കൊണ്ട് സമർത്ഥിക്കുമ്പോൾ എബ്രായ ലേഖനത്തിൽ അതേ പദം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. തൽക്കാലം സമയത്തിൻ്റെ പരിമിതികൾ കൊണ്ട് എല്ലാ വാക്യങ്ങളും വായിപ്പിച്ച് എൻ്റെ മുൻപിൽ ഇല്ല എന്നതുകൊണ്ട് ഞാൻ ദൈവമക്കളുടെ മുൻപിൽ അധ്യായം ഒന്ന് ഓർമ്മപ്പെടുത്തി വേഗത്തിൽ പറഞ്ഞു വിടുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. എബ്രായ ലേഖനം 13-ാം അധ്യായം അതിൻ്റെ 25-ാം വാക്യത്തിൽ പൗലോസ് വളരെ കൃത്യതയോടുകൂടെ ആ പദം പറഞ്ഞാണ് ഇത് അവസാനിപ്പിക്കുന്നത്. കൃപ നിങ്ങളോട് എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. കണ്ടോ? അപ്പോൾ കൃപ എന്ന പദം ഈ ലേഖനത്തിലും പ്രവേശിക്കും. അപ്പോൾ എഴുത്തുകാരൻ പൗലോസ് എന്ന് നമ്മൾ സമ്മതിക്കുമ്പോൾ AD 68 എന്നാണ് വേദപഠിതാക്കളുടെ ഭൂരിപക്ഷവും അഭിപ്രായം. അപ്പം AD 68 റോമിൻ്റെ കാരാഗ്രഹത്തിലോ റോമൻ ശുശ്രൂഷയിലോ പൗലോസ് ആയിരിക്കുന്ന സമയത്തായിരിക്കാം ഈ ലേഖനത്തിൻ്റെ എഴുത്ത്. അപ്പം AD 68 എഴുതിയിരിക്കുന്ന ഈ മനോഹരമായ ഈ ലേഖനം ഇസ്രായേൽ ജനതയുടെ, ഇസ്രായേൽ സമൂഹത്തിൻ്റെ നിയമഭക്തന്മാരുടെ പേരുകൾ ഉദ്ധരിച്ചുകൊണ്ട് തന്നെ അവരെക്കാൾ ശ്രേഷ്ഠനാണ് യേശു എന്ന് പറയാൻ ആത്മീയ വീര്യവും ആത്മീയ ജീവിതത്തിൻ്റെ തൻ്റെടവും കാണിച്ച ഒരു അതുല്യനായ ഒരു മനുഷ്യൻ തന്നെയായിരുന്നു പൗലോസ്. ഇന്ന് നമ്മുടെ വെല്ലുവിളികൾ നടക്കുന്നത് തമ്മിൽ യേശുക്രിസ്തുവിനെ ഉയർത്തുവാനോ യേശുക്രിസ്തുവിനെ മഹത്വം കരയേറ്റുവാനോ വേണ്ടിയല്ല ഇവിടെ വീറും വാശിയും കാണിക്കുന്നത്. നമുക്കറിയാം, ഈ സോഷ്യൽ മീഡിയയിൽ കൂടെയൊക്കെ എത്രയോ വിമർശനങ്ങൾ നിരവധി ആളുകളുടെ മനസാക്ഷിയെ മുറിവേൽപ്പിച്ചുകൊണ്ട് തരംഗമായി മാറിക്കൊണ്ടിരിക്കുന്നു. ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ വാരിക്കൂട്ടിക്കൊണ്ട് ഒരുത്തനെ തേജോവധം ചെയ്യുവാൻ ഇവിടെ പലരും സന്നദ്ധത കാണിക്കുമ്പോൾ തിരുവെഴുത്ത് ശ്രദ്ധിക്കുന്ന ശ്രോതാക്കൾ പറയുന്നു, നമ്മൾ ആരെയും വിധിക്കേണ്ട, നമുക്കൊരുത്തനെ ഉയർത്താം. പൗലോസ് കാണിച്ച ആർജവത്വം, യഹൂദന്മാരാണ് ഏറ്റവും വലിയ ആളുകളെന്ന് ചിന്തിക്കുന്ന ജനസമൂഹത്തിന് നടുവിൽ അവരുടെ ആരാധനയാണ് ഏറ്റവും വലുത്, അതിനപ്പുറം മറ്റൊന്നില്ല എന്ന് സ്വയം അഭിമാനം കൊള്ളുന്ന ജനസമൂഹത്തിന് നടുവിൽ മോശയാണ് അവരുടെ കൺമുൻപിൽ കാണപ്പെട്ട ഒരു ദൈവത്തിന് തുല്യമായി അവർ ഹൃദയത്തിൽ താലോലിക്കുന്ന മനുഷ്യൻ. എന്നാൽ ആ മനുഷ്യനേക്കാൾ യേശുക്രിസ്തുവാണ് വലുതെന്ന് പറയാൻ ആത്മീയ വീര്യത്തിൻ്റെ സത്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പൗലോസ് ആരുടെയും മുൻപിൽ തലകുനിക്കാൻ ഒരിക്കൽ പോലും തയ്യാറാകാതെ
നെഞ്ചും നെറ്റിയും കൊടുത്തുകൊണ്ട് ശബ്ദമുയർത്തി. അങ്ങനെ യേശുക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠതയാണ് 13 അധ്യായങ്ങളിലും വിവരിച്ചിരിക്കുന്നത്. അപ്പോൾ എന്നെ കേൾക്കുന്ന എൻ്റെ സ്നേഹിതരോട്, എൻ്റെ സഹഭൃത്യന്മാരോട് വളരെ ഗൗരവത്തോടെ ഓർമ്മപ്പെടുത്തട്ടെ, നമുക്ക് കിട്ടുന്ന ചെറുതും വലുതുമായിരിക്കുന്ന വേദികൾ ഏത് തന്നെയായിക്കൊള്ളട്ടെ, അവിടെ നാം ഉയർത്തേണ്ടത് യേശു ക്രിസ്തുവാണ് ശ്രേഷ്ഠനെന്ന് പറയാൻ. 4 ആൾ കൂടുന്ന 4 കവലകളിലായിക്കൊള്ളട്ടെ, നാണമില്ലാതെ യേശു ക്രിസ്തുവിനെ കുറിച്ച്, അതിൻ്റെ ശ്രേഷ്ഠതകളെക്കുറിച്ച് പറയുന്ന നിരവധി അഭിഷക്തന്മാർ ഈ ഗ്രൂപ്പിലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആളെണ്ണം നോക്കാതെ, അവിടെ പ്രവർത്തിക്കുന്ന സൗണ്ട് സിസ്റ്റത്തിൻ്റെ എത്ര വാട്സ് ഉണ്ടെന്ന് ചോദിക്കാതെ, തൊണ്ടകീറി പ്രസംഗിക്കുവാൻ സന്നദ്ധത കാണിച്ചുകൊണ്ട് യേശുക്രിസ്തുവിന് വേണ്ടി നിൽക്കുന്ന നിരവധി അഭിഷക്തന്മാരെ ഞാൻ വിശ്വാസത്താൽ ഈ ഗ്രൂപ്പിൽ കണ്ടുകൊണ്ട് തന്നെ ഈ സന്ദേശം കൈമാറ്റം ചെയ്യുന്നു. ഓർക്കുക, യേശുക്രിസ്തു ശ്രേഷ്ഠനാണെന്ന് പറയാൻ നമ്മുടെ മനുഷ്യായുസ്സിൽ ഒരു ദിവസവും ഒരു നിമിഷവും ജീവിതത്തിൽ അവസരം കിട്ടിയിട്ടുള്ളെങ്കിലും അത് പറയാൻ തൻ്റെ ഇടം കാണിക്കട്ടെ ആത്മീയരായിരിക്കുന്ന എല്ലാ ദൈവഭൃത്യന്മാരും. ഓക്കെ, അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് ഞാൻ എൻ്റെ പഠനത്തിന് വിധേയമാക്കി പുസ്തകത്തിൽ കൂടെ കണ്ണോടിച്ചപ്പോൾ കണ്ട ശ്രേഷ്ഠതകൾ ഒന്ന് വേഗത്തിൽ പറയുകയാണ്. അതൊന്നും നമ്മുടെ പ്രസംഗ വിഷയമല്ല, എങ്കിലും അനുബന്ധമായി ചേർന്ന് വന്നതുകൊണ്ട് മാത്രം ഞാനൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. എന്നെ കേൾക്കുന്ന ശ്രോതാക്കൾ അറിയേണ്ടതിന്, യേശുക്രിസ്തുവിനെ കുറിച്ച് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് പറയുന്നു, അവൻ പ്രവാചകന്മാരെക്കാൾ ശ്രേഷ്ഠനാണ്. വലിയ പ്രവാചകന്മാരും ചെറിയ പ്രവാചകന്മാരും ഇസ്രായേൽ ജനത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആവേശമാണ്. അവർക്ക് അവരെക്കുറിച്ച് പറയുന്നതും, അവർ ഞങ്ങളുടെ കുലത്തിൽപ്പെട്ടവരാണെന്ന് പറയുന്നതും, ദൈവം അവരെ ഞങ്ങളുടെ ഇടയിൽ അയച്ചതെന്ന് പറയുന്നതും ഒക്കെ അഭിമാനമാണ്. പക്ഷേ അവരെയെല്ലാം എണ്ണി തിട്ടപ്പെടുത്തി നേരെ നിർത്തിക്കൊണ്ട് പൗലോസ് പറയുകയാണ്, എന്നാൽ അവരെക്കാൾ, പ്രവാചകന്മാരെക്കാൾ യേശു ശ്രേഷ്ഠനാണ്. അതെ, നമ്മുടെ യേശു പ്രവാചകന്മാരെക്കാൾ ശ്രേഷ്ഠനാണ്. ഞാനിത് പറയുന്നത് ഇന്നത്തെ പ്രവാചകന്മാരെയല്ല. നമുക്കതിനോട് ഒരിക്കൽ പോലും ചേർത്ത് ചിന്തിക്കാൻ പറ്റുന്നതേ അല്ല ഇന്നത്തെ പ്രവാചകന്മാർ. പോട്ടെ, ആ വിഷയങ്ങളൊന്നും ഇന്ന് ഇതിനോടനുബന്ധിച്ച് ചിന്തിക്കുവാനോ പറയുവാനോ തൽപരനാകുന്നില്ല. എൻ്റെ വിഷയം അതിനേക്കാൾ ഗൗരവമുള്ളതാണ്. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠത, ഒന്നാമതേ പ്രവാചകന്മാരെക്കാൾ അവൻ ശ്രേഷ്ഠൻ. 2, ദൂതന്മാരെക്കാൾ അവൻ ശ്രേഷ്ഠൻ. ദൂതന്മാരെക്കാൾ യേശു ശ്രേഷ്ഠൻ. 3, മോശയേക്കാൾ ശ്രേഷ്ഠൻ. അപ്പം മോശ അവർക്ക് ശ്രേഷ്ഠനാണ് കേട്ടോ, എന്നാൽ അവനേക്കാൾ ശ്രേഷ്ഠനാണ് യേശു എന്ന് പറയാൻ പൗലോസ് കാണിച്ച ആത്മീയ വീര്യം എത്ര വലുതാണ്, മറക്കരുത്. യോശുവേക്കാൾ യേശുവാണ് ശ്രേഷ്ഠൻ. പൗലോസിന് മടിയില്ലെന്ന് പറയാൻ. ശ്രേഷ്ഠനായ യേശുവിനെ അവതരിപ്പിക്കുന്നു. യോശുവേക്കാൾ യേശുവാണ് ശ്രേഷ്ഠൻ. ആയിരക്കണക്കിന് പുരോഹിതന്മാർ യെരൂശലേം ആലയത്തിലുണ്ട്. എന്നാൽ ഇവിടെ പൗലോസ് പറയുകയാണ്, യേശുവോ പുരോഹിതന്മാരെക്കാൾ യേശുവാണ് ശ്രേഷ്ഠൻ. അപ്പം യേശു ശ്രേഷ്ഠനാണ്. തീർന്നില്ല. അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പുരോഹിതന്മാരിൽ ഒരാളുടെ പേര് പറയാൻ പറഞ്ഞാൽ ഒന്നാമത്തെ പേര് വേണേ പറയും അവർ, മൽക്കീസദേക്ക്, അബ്രഹാമിന് എതിരേറ്റൊരു പുരോഹിതൻ. എന്നാൽ ഇവിടെ പറയുകയാണ്, മൽക്കീസദേക്കിനേക്കാൾ യേശു ശ്രേഷ്ഠനാണ്. അപ്പോൾ ശ്രേഷ്ഠത മനസ്സിലാക്കിയോ? യേശുവിൻ്റെ ശ്രേഷ്ഠതകൾ തീർന്നില്ല. ഇനി അബ്രഹാമിനേക്കാൾ യേശു ശ്രേഷ്ഠനാണ്. അത് കുറഞ്ഞ കാര്യമല്ല കേട്ടോ. യേശുവിനെ കുറിച്ച് അങ്ങനെ അവരുടെ മണ്ണിൽ, അവരുടെ വീട്ടുമുറ്റത്ത് നിന്നുകൊണ്ട് വേണ്ട അവരുടെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ കൊള്ളുന്ന വിധത്തിൽ പൗലോസ് പറയുകയാണ്, അബ്രഹാമിനേക്കാൾ യേശു ശ്രേഷ്ഠനാണ്. തീർന്നില്ല. യേശുവിനെ കുറിച്ച് വീണ്ടും പറയുന്നു, ലേവ്യരേക്കാൾ യേശു ശ്രേഷ്ഠൻ. ശുശ്രൂഷയ്ക്ക് വേണ്ടി വേർതിരിക്കപ്പെട്ട് വിളിച്ചിരിക്കുന്ന ഒരു കുടുംബമുണ്ട്, കുലമുണ്ട്. പക്ഷേ ആ കുടുംബത്തെക്കാൾ, ആ കുലത്തെക്കാൾ എൻ്റെ ദൈവത്തെക്കുറിച്ച് പൗലോസ് പറയുകയാണ്, യേശുവിനെ കുറിച്ച് പറയുകയാണ്, അവരെക്കാൾ ശ്രേഷ്ഠൻ. അഹരോന് കിട്ടിയ പൗരോഹിത്യത്തെക്കാൾ യേശുവിൻ്റെ പൗരോഹിത്യം അതിനേക്കാൾ ശ്രേഷ്ഠമാണ്. അവൻ്റെ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ പറയുക, ശുശ്രൂഷകളും ശ്രേഷ്ഠതയുള്ളതാണ്. ഒട്ടും മാറ്റിവെക്കാൻ പറ്റില്ല, ഗൗരവമുള്ളതാണ്. അതുകൊണ്ട് പറയുന്നു, അഹരോന്യ പൗരോഹിത്യത്തെക്കാൾ യേശുവിൻ്റെ പൗരോഹിത്യം
അത്ര ശ്രേഷ്ഠമായ പൗരൻ. തീർന്നില്ല. പഴയ നിയമത്തേക്കാൾ ശ്രേഷ്ഠമാണ് ക്രിസ്തുവിൽ കൂടെ സ്ഥാപിതമായ പുതിയ നിയമം. അപ്പോൾ പഴയ നിയമത്തേക്കാൾ ശ്രേഷ്ഠമാണ് ക്രിസ്തു സ്ഥാപിതമാക്കിയ പുതിയ നിയമം. അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠതകൾ വർണ്ണിച്ചു വരികയാണ്. ഒടുവിൽ പറഞ്ഞവസാനിപ്പിക്കട്ടെ, പഴയ നിയമ വിശ്വാസ വീരന്മാരെക്കാൾ ശ്രേഷ്ഠനാണ് യേശു ക്രിസ്തു. എന്നെ കേൾക്കുന്നവരെ, ഈ ഗ്രൂപ്പിൽ ഇപ്പോൾ ജോയിൻ ചെയ്തിരിക്കുന്നവരെ, നമ്മൾ യേശുവിൽ വിശ്വസിക്കുമ്പോൾ, എൻ്റെ പഠനത്തിൽ എബ്രായ ലേഖനത്തിലേക്ക് കണ്ണോടിച്ചപ്പോൾ 11 കൂട്ടങ്ങൾ അക്കമിട്ട് നിരത്തിക്കൊണ്ട് പൗലോസ് പറയുന്നു, ഇവരെക്കാളൊക്കെ ശ്രേഷ്ഠനാണ് യേശു. ഇന്ന് രാത്രിയിലും ഈ ശ്രേഷ്ഠനായ ദൈവത്തെ ഹൃദയത്തിൽ വിശ്വസിക്കാൻ, ഈ ശ്രേഷ്ഠനായ ദൈവത്തെ എൻ്റെ ദൈവമെന്ന് വിശ്വസിച്ചുകൊണ്ട് ജീവിതം നയിക്കാൻ ഈ മരുഭൂപ്രയാണത്തിൽ ദൈവം നമുക്ക് അവസരം നൽകിയില്ലേ? നമ്മൾ ദൈവത്തിന് നന്ദിയുള്ളവരായി ദൈവസന്നിധിയിൽ എല്ലാ മാനവും മഹത്വവും അർപ്പിച്ചുകൊണ്ട് ശ്രേഷ്ഠനായ ദൈവത്തിൻ്റെ പാത പിന്തുടരുവാൻ ഇന്ന് രാത്രിയിലും ഒരു ബുദ്ധിയുപദേശവും കൂടെ നൽകുന്നു. ശ്രേഷ്ഠനായ ദൈവത്തെ എബ്രായ ലേഖനത്തിൽ വിവരിക്കുന്നു. ഇപ്പോൾ നമ്മുടെ പ്രഭാഷണത്തിൻ്റെ ഏകദേശം ചില മുഖവരകളുടെ ഭാഗങ്ങൾ മാത്രമാണ് ഞാനിവിടെ ഓർമ്മപ്പെടുത്തുന്നത്. എന്നാൽ അതിനേക്കാൾ ഗൗരവമുള്ള അതിപ്രധാനമായ 4 കാര്യങ്ങൾ ഇതിനോട് ചേർത്ത് ഒന്ന് പഠിക്കുന്നത് നന്നായിരിക്കും. നമ്മൾ വായിച്ച കളയുന്നില്ല, നമ്മുടെ വാക്യത്തിലേക്ക് തന്നെ നമ്മൾ മടങ്ങി വരും. പക്ഷേ എബ്രായ ലേഖനം പഠനത്തിന് വിധേയമാക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട അതിപ്രധാനമായ ഒരു 4 കാര്യങ്ങൾ. യേശുവിൻ്റെ ശ്രേഷ്ഠത 13 അധ്യായങ്ങൾ കൊണ്ട് യേശു ശ്രേഷ്ഠനാണെന്നും ശ്രേഷ്ഠതയുടെ ശുശ്രൂഷയുള്ളവനെന്നും തെളിയിക്കുമ്പോൾ, അപ്പോൾ തന്നെ ഒരു 4 അപകട മുന്നറിയിപ്പുകൾ ഈ പുസ്തകം നമുക്ക് നൽകുകയാണ്. അപ്പോൾ അപകട മുന്നറിയിപ്പുകൾ നമ്മളൊന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. എന്തിനാണെന്നറിയാമോ? നാം ആ അപകടത്തിൽ പെടാതിരിക്കാൻ, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നാം ആ അപകടത്തിലേക്ക് ചെന്ന് കൂപ്പുകുത്താതിരിക്കാൻ, ആ അപകടത്തിൽ നമ്മൾ തകർന്നു പോകാതിരിക്കാൻ, ആ അപകടത്തിൽ നമുക്ക് നഷ്ടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ, ആ അപകടത്തിൽ നമുക്ക് വീഴ്ചകളും മുറിവുകളും ഒന്നും ഉണ്ടാകാതിരിക്കാൻ ഈ തിരുവെഴുത്തിൻ്റെ യാഥാർത്ഥ്യത്തിൽ നിന്ന് ഓർമ്മപ്പെടുത്തുന്നു 4 അപകട മുന്നറിയിപ്പുകൾ. അപകട മുന്നറിയിപ്പുകൾ ഗണ്യമാക്കാതെ പോയ നിരവധി ചരിത്ര സംഭവങ്ങൾ നമുക്കറിയാം. ഒത്തിരി ചരിത്രങ്ങളിൽ സംഭവിച്ച ചരിത്ര മുഹൂർത്തങ്ങൾ കവലകളിൽ പ്രസംഗിച്ചിട്ടുള്ള പ്രഭാഷകർ വാതോരാതെ പറയുന്ന നിരവധി ചിന്തകളുണ്ട്. കൺവെൻഷൻ വേദികളിലൊക്കെ അവതരിപ്പിക്കുമ്പോൾ പറയുന്ന ഒത്തിരി ചിന്തകളുണ്ട്. ഇതെല്ലാം നിങ്ങളുടെ മനസ്സിലേക്ക് ഓടി വരുമ്പോൾ തന്നെ ഞാനൊന്ന് ഓർമ്മപ്പെടുത്തുന്നു, ഈ ലോകത്തിൽ അപകടത്തിൻ്റെ മുന്നറിയിപ്പുകൾ കിട്ടിയിട്ടും വീണ്ടും മുൻപോട്ട് യാത്ര ചെയ്തു പോകുന്ന ഒരാൾക്കുണ്ടാകുന്ന ഈ അപകടത്തിൽ സ്വയം കുറ്റക്കാരനാണ് എന്ന കാര്യവും കൂടെ ഓർത്തുകൊള്ളുക. അങ്ങനെയെങ്കിൽ ആത്മീയ ജീവിതത്തിൽ നമ്മൾ മുൻപോട്ട് യാത്ര ചെയ്യുമ്പോൾ, നമുക്ക് നേരെയും അപകടത്തിൻ്റെ മുന്നറിയിപ്പുകൾ വരുമ്പോൾ അതിനെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മളൊരു റൂട്ട് തിരിച്ച് നമ്മുടെ ആത്മീയ ജീവിതത്തിനൊരു മാറ്റം വരുത്തിക്കൊണ്ട് ക്രിസ്തുവിൻ്റെ തലയോളം ഉയർന്ന് അന്ത്യം വരെയും അവന് വേണ്ടി നിലകൊള്ളാൻ ഈ രാത്രിയിൽ ഈ സന്ദേശം ഉപകാരപ്രദമായി തീരട്ടെ എന്ന് വേഗത്തിൽ ഞാൻ ആശംസിച്ചുകൊണ്ട് വിഷയത്തിൽ 4 അപകട മുന്നറിയിപ്പുകൾ എന്താണ് എന്നത് വേഗത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഒന്നാമത്തെ അപകട മുന്നറിയിപ്പ്, ഒഴുകിപ്പോകാതിരിക്കാൻ നാം സൂക്ഷിക്കണം. ഒഴുകിപ്പോകാൻ സാധ്യതയുണ്ട്. അത് തിരുവെഴുത്ത് പറയുന്നത് അതുകൊണ്ട് 2-ാം അധ്യായം 1-ാമത്തെ വാക്യമാണ്. അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് കരുതിക്കൊള്ളുവാൻ ആവശ്യമാകുന്നു. അപ്പോൾ ഒഴുകിപ്പോകാൻ സാധ്യതയുണ്ട്. എനിക്കിവിടെ ഈ വേദഭാഗം വായിച്ചപ്പോൾ തോന്നിയ ഒരു ചിന്ത, വല്ലപ്പോഴമാണ് ഒരു ഒഴുക്കുണ്ട്. ആ വല്ലപ്പോഴെങ്ങാനും ഉണ്ടാകുന്ന ഒഴുക്കിൽ ഒഴുകിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ സ്ഥിര ഒഴുക്കായാലോ? എന്നാൽ ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്നവരെ, ഒഴുകിപ്പോകാതിരിക്കാൻ നീ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. ഇതൊരു അപകട മുന്നറിയിപ്പ്.
നാം പ്രതീക്ഷിക്കാത്ത സമയത്ത് വല്ലപ്പോഴെങ്ങാനും ചില ഒഴുക്കുകൾ വന്നെന്ന് വരാം. അത് നിന്നെ ഒഴുക്കാൻ വേണ്ടി ശത്രു കൊണ്ടുവരുന്നതാണ്. അതിൽ നീ ഒഴുകിപ്പോകരുത്. അതിനെന്താണ്? ആ ഒഴുക്കിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താണ് പോംവഴി? പോംവഴി അവിടെ എഴുതിയിട്ടുണ്ട്. കരുതിക്കൊള്ളണം. തിരുവെഴുത്തുകൾ കേൾക്കുന്നത് നാം കരുതാൻ നാം തയ്യാറായാൽ ഒഴുക്കുകൾ എത്ര തന്നെ അതിശക്തിയോടെ വന്നോട്ടെ, ഒഴുകിപ്പോകില്ല. ഒഴുകാൻ ദൈവം അനുവദിക്കില്ല. ഈ ആത്മീയ ഗോളത്തിൽ വിശ്വാസത്തിന്റെ ജീവിതയാത്ര ചെയ്യുന്നത് 10, 15, 20, 30 വർഷമൊക്കെ ജീവിതയാത്ര ചെയ്തവരുണ്ട്. ഒരുപക്ഷെ ഞങ്ങളുടെ പ്രായത്തെക്കാൾ കൂടുതൽ വിശ്വാസ ജീവിതത്തിന്റെ പ്രായം പറയുവാനുള്ള ആത്മീയർ ഒരുപക്ഷെ ഈ ഗ്രൂപ്പിനകത്തുണ്ട്. അവരെന്തുകൊണ്ട് ഈ ആത്മീയ ജീവിതത്തിൽ നിന്നും ഒഴുകിപ്പോയില്ല? ജീവിതത്തിൽ രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്ന നാൾ മുതൽ കേട്ട വചനത്തിൽ അവർ വിശ്വസിച്ചതുകൊണ്ട്, അവർ വചനം കരുതിയതുകൊണ്ട് അവർ ഒഴുകിപ്പോയില്ല. ഇന്നൊരു പറ്റം ആളുകൾ വിശ്വാസത്തിന്റെ പേരിലേക്ക് വന്നിട്ട് ഒഴുകിപ്പോകുന്നു. അധികം നാളുകൾ അവർക്ക് നിൽക്കുവാൻ കഴിഞ്ഞില്ല. കാരണം അവർ വചനം കേട്ടല്ല വന്നത്. പിന്നെയോ ഇന്നത്തെ പ്രവചനങ്ങൾ മനുഷ്യനെ ഇക്കിളിപ്പെടുത്തുന്നതും മനുഷ്യന്റെ മനസ്സിന് സന്തോഷം വരുത്തുന്നതും ഈ ഭൂമിയിലെ ജീവിതത്തിന്റെ ആഡംബര സുഖ സൗകര്യങ്ങളെ കുറിച്ച് ആവേശം കൊള്ളിക്കുന്ന, ഊറ്റം കൊള്ളിക്കുന്ന പ്രവചനങ്ങൾ കേട്ടവർ ആത്മീയ ഗോളത്തിലില്ല. കോട്ടയം പട്ടണത്തിൽ ആളുകളെ ഇളക്കി പറിച്ചുകൊണ്ട് പല ഗ്രൂപ്പുകളും തലയെടുത്തു. പക്ഷേ അവിടെല്ലാം മുൻനിരയിൽ നിന്ന പല ആളുകളും പിന്മാറ്റത്തിലേക്ക് പോയി. കേട്ടത് പ്രവചനമായിരുന്നു. അന്യഭാഷയുടെ മറപറ്റിക്കൊണ്ട് പറഞ്ഞത്, അന്യഭാഷയും വെളിപ്പാടും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആളുകളെ ഇവിടെ വഴിതെറ്റിക്കുമ്പോൾ, ഇന്ന് രാത്രിയിലെ ഈ പ്രഭാഷണം കേട്ടുകൊണ്ടിരിക്കുന്ന എന്റെ ശ്രോതാക്കളോട് വളരെ ഗൗരവത്തോടെ ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ. ഇന്ന് രാത്രിയിൽ തിരുവെഴുത്ത് കേൾക്കുന്ന ആരും തെറ്റിപ്പോകരുത്. നിങ്ങൾ ഒഴുകിപ്പോകാതിരിക്കാൻ കേട്ട വചനം അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുന്നത് ഈ ഒഴുക്കിൽ നിന്നും രക്ഷപ്പെടുവാനുള്ള ഒരു രക്ഷാ മാർഗമാണ്. അതിനെ ഏറ്റെടുക്കുന്നവർക്കായി ഞാൻ എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഈ കാലഘട്ടങ്ങളിൽ ഇങ്ങനെ പ്രഭാഷണം നടത്തിയാൽ ആളുകൾ അധികം കേൾക്കാൻ ഉണ്ടാവില്ല എന്ന നല്ല ബോധ്യം എനിക്കുണ്ട്. പക്ഷേ ആളുകളെ കൂട്ടാൻ വേണ്ടിയായിരുന്നു എങ്കിൽ ഇങ്ങനൊരു പ്രഭാഷണം എടുക്കേണ്ടതല്ല എന്നത് നല്ല ബോധ്യം എൻ്റെ അകത്തളങ്ങളിലുണ്ട്. പക്ഷേ ഇതാളെ കൂട്ടുവാൻ വേണ്ടിയുള്ളതല്ല. സ്വർഗം മുൻനിയമിച്ചവർക്കൊരു മാനസാന്തരവും സ്വർഗം കണ്ടിരിക്കുന്നവർക്ക് നിത്യതയുടെ പ്രതിഫലത്തിന് തലകുനിക്കാതെ തല ഉയർത്തി നിൽക്കാൻ അവരുടെ ജീവിതത്തിൽ ഒരു അവസരം ഉണ്ടാകുന്നെങ്കിൽ ഈ സന്ദേശം അവരുടെ ജീവിതത്തിൽ രൂപാന്തരം വരുത്തുവാൻ ഇടയാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഈ സന്ദേശം ഞാൻ കൈമാറ്റം ചെയ്യുന്നത്. അപ്പോൾ ഒന്നാമത്തെ അപകട മുന്നറിയിപ്പ് തിരുവെഴുത്ത് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്, ഒഴുകിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു അപകട മുന്നറിയിപ്പാണ്. ഇനി രണ്ടാമത്തെ അപകട മുന്നറിയിപ്പ്, ദുഷ്ടഹൃദയം ഉണ്ടാകാതിരിക്കാൻ നമ്മൾ സൂക്ഷിക്കണം. അപ്പം ദുഷ്ടഹൃദയം ഉണ്ടാകാൻ സാധ്യത, ഇതൊരു അപകട മുന്നറിയിപ്പാണ്. 3-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ 3:12 ഇങ്ങനെ പറയുന്നു, സഹോദരന്മാരെ, ജീവനുള്ള ദൈവത്തെ ത്യജിച്ച് കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിക്കാൻ നോക്കുകയും ഉണ്ടോ. അപ്പം ദുഷ്ടഹൃദയം ഉണ്ടാകാതിരിക്കാൻ നമ്മൾ സൂക്ഷിച്ചേ പറ്റുകയുള്ളൂ. ഒരു അപകട മുന്നറിയിപ്പാണ്. ജീവനുള്ള ദൈവത്തെ ചിലർ ത്യജിക്കുന്നു. അങ്ങനെയുള്ള ആളുകളിൽ അവിശ്വാസമുള്ള ദുഷ്ടഹൃദയമാണ് ഉണ്ടാകുന്നത്. അങ്ങനെ ആർക്കും ഉണ്ടാകാതിരിക്കാൻ ഒരു മുന്നറിയിപ്പ്. ഇത് ഗൗരവമുള്ളതല്ലേ? അതെ, ഗൗരവമുള്ളത് തന്നെയാണ്. നിരവധി ആളുകൾ ആത്മീയത്തിന്റെ പുറംമൂടികൾ ധരിച്ചുകൊണ്ട് ദുഷ്ടഹൃദയത്തിനുടമകളായി മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളുമൊക്കെ ജീവിക്കുന്നത്. അതുകൊണ്ട് അറിഞ്ഞുകൊള്ളുക, നമുക്ക് ആ ഒരു ഗതികേടുണ്ടാകരുത്. ദൈവിക ചിന്തകളോ ദൈവിക ബോധങ്ങളോ ഇല്ലാതെ ലോകമനുഷ്യനായി ജീവിതം നയിച്ച് മുൻപോട്ട് പോയിരുന്ന നമ്മുടെ ജീവിതങ്ങൾക്ക് മാറ്റം വരുത്തി ദുഷ്ടഹൃദയം നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിൽ നിന്നും മാറ്റിയിട്ട് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഒരു മാറ്റം വരുത്തിക്കൊണ്ട് ദൈവം നമുക്ക് നൽകിയ ആത്മീയ ജീവിതത്തിന്റെ പവിത്രതകളെ നാം സൂക്ഷിച്ച് മുൻപോട്ട് പോകണം. ഇനി നമ്മുടെ ആത്മീയ നിലവാരങ്ങൾ ഏതെങ്കിലും തരത്തിൽ ദുഷ്ടഹൃദയത്തിന് വിധേയപ്പെടുന്നതാകരുത്. മറിച്ച് നമ്മുടെ ആത്മീയ നിലവാരം ദൈവവചനത്തിനനുസൃതമായി
മാനസാന്തരത്തിന് യോഗ്യമാം വിധത്തിൽ നമ്മുടെ ആത്മീയ നിലവാരത്തെ മുൻപോട്ട് നയിക്കണം. ഓക്കെ, സമയം വളരെ പോകുന്നത് കൊണ്ട് ഞാൻ വിവരിക്കാതെ മടങ്ങി വരികയാണ്. അപ്പോൾ രണ്ടാമത്തെ മുന്നറിയിപ്പ് എന്ന് പറയുന്നത് ദുഷ്ടഹൃദയം ഉണ്ടാകാതിരിക്കണം. ഈ ലേഖനം കൊണ്ട് ഉദ്ദേശിക്കുകയാണ്. ഓക്കെ, ഇനി മൂന്നാമത്തെ കാര്യം എന്താണ്? മൂന്നാമത്തെ കാര്യം പിന്മാറിപ്പോകാതിരിപ്പാൻ നമ്മൾ സൂക്ഷിക്കുന്ന ലേഖനമാണ്. പിന്മാറിപ്പോകുന്നു ഒത്തിരിയാണ്. അപ്പൊ ഇവിടെ 6-ാം അധ്യായം അതിന്റെ 5-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിന്റെ നല്ല വചനവും വരുവാനുള്ള ലോകത്തിന്റെ ശക്തിയും ആസ്വദിക്കുകയും ചെയ്തവർ പിന്മാറിപ്പോയാൽ തങ്ങൾക്ക് തന്നെ ദൈവപുത്രനെ വീണ്ടും ക്രൂശിക്കുന്നവർ. പോട്ടെ, പിന്മാറ്റത്തിൽ പോകുന്ന ആളുകളെ കുറിച്ച് ഇവിടെ പറയുക, എബ്രായ ലേഖനം പറയുക, സാധാരണപ്പെട്ട ഒരാളല്ല പോയിരിക്കുന്നത്. പിന്നെയോ ദൈവത്തിന്റെ നല്ല വചനം അറിയാവന്. തീർന്നില്ല, അവനെക്കുറിച്ച് പറയുക വരുവാനുള്ള ലോകത്തിന്റെ ശക്തിയും എന്താണെന്ന് ആസ്വദിക്കുകയും ചെയ്തവനാ പിന്മാറിപ്പോയത്. അവൻ നിസാരക്കാരനല്ല. ഈ ലേഖനത്തിൽ പൗലോസ് ഇവിടെ ഉദ്ദേശിക്കുന്നത് സാരക്കാര് പിന്മാറിപ്പോയെന്നല്ല. അതിനത്തെക്കുറിച്ചറിയാം, ദൈവശക്തിയെക്കുറിച്ചറിയാം. അങ്ങനെയുള്ള ആളുകൾ പിന്മാറിപ്പോയത് പൗലോസിന് അറിയാവുന്നത് കൊണ്ട് ഈ ലേഖനത്തിൽ എഴുതുകയാണ്, നമുക്ക് ആ ഗതി ഉണ്ടാകാതിരിക്കാൻ. അപ്പം പിന്മാറ്റം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഒരു അപകട മുന്നറിയിപ്പ്. ദൈവവചനം അറിയുന്ന ആളുകൾ അറിയാമല്ലോ, എത്രയെത്ര ആളുകൾ. പേരുകളൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ, നമ്മുടെ മനസാക്ഷിയിലേക്ക് വന്നില്ലേ ഒത്തിരി ആളുകളുടെ ലിസ്റ്റുകൾ. ഒരുപക്ഷെ നമ്മുടെ ആത്മീയ ജീവിതത്തിന് കരുത്തേകിക്കൊണ്ട് നമ്മുടെ വിശ്വാസ മാർഗത്തിലേക്ക് നമ്മളെ നയിച്ച പല ആളുകളും പ്രാർത്ഥനയുടെ പിൻബലം നൽകി നമ്മളെ ആത്മാവിൽ ദൈവത്തിന് വേണ്ടി ശോഭിക്കുന്ന ഒരു തീപ്പന്തമാക്കുവാൻ വേണ്ടി പ്രാർത്ഥനയുടെ ഉപവാസത്തിന്റെ പിൻബലം നൽകിയ നിരവധി ആളുകൾ പിന്മാറിയ നമുക്കറിയില്ലേ? അതെ അതെ അതെ, തീർച്ചയായും. അതുകൊണ്ട് ദൈവവചനം അറിയാൻ വയ്യാത്ത ആളല്ല ഇവിടെ പിന്മാറിയത് പറയുന്നത്. ദൈവശക്തി എന്താണെന്ന് അറിയാൻ വയ്യാത്ത ആളല്ല ഇവിടെ പിന്മാറിയത്, ഇതെല്ലാം അറിയാവുന്നയാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളുടെ പിന്മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അത് വരാതിരിക്കാൻ വേണ്ടിയാണ് ഈ മൂന്നാമത്തെ അപകട മുന്നറിയിപ്പ് നമ്മുടെ മുൻപിൽ ഓർമ്മപ്പെടുത്തുന്നത്. ഇനി അടുത്തത് 4-ാമത്തെ കാര്യം കൂടെ വേഗത്തിൽ പറയാം. ദൈവപുത്രനെ ചവിട്ടിക്കളയാതിരിക്കാൻ. അപ്പൊ 4-ാമത്തെ മുന്നറിയിപ്പ് പിന്മാറ്റത്തേക്കാൾ ഒരല്പം കൂടെ ഗൗരവവും ഈ 4-ാമത്തെ അപകട മുന്നറിയിപ്പിനുണ്ട്. ദൈവപുത്രനെ ചവിട്ടിക്കളയാതിരിക്കാൻ. അത്രയ്ക്കും ക്രിസ്തുവിനെ നിന്ദിച്ച് ക്രിസ്തുവിൽ നിന്നും അകന്നു പോകാതിരിപ്പാൻ ഈ ലേഖനം നമുക്കൊരു വാണിംഗ് നൽകുകയാണ്. 10-ാം അധ്യായം അതിന്റെ 29-ാമത്തെ വാക്യം വേദപുസ്തകം ഇപ്രകാരം ഓർമ്മപ്പെടുത്തുന്നു. ലേഖനം 10:29 ദൈവപുത്രനെ ചവിട്ടിക്കളയുകയും തന്നെ വിശുദ്ധീകരിച്ച നിയമ രക്തത്തെ മലിനമെന്ന് നിരൂപിക്കുകയും കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുകയും ചെയ്തവൻ എത്ര കഠിനമേറിയ ശിക്ഷയ്ക്ക് പാത്രമാകും എന്ന് വിചാരിക്കുകയും. എത്ര ഭയാനകമായ ഒരു വേദഭാഗമാണ്, എത്ര ഭീതി ഉളവാക്കുന്ന ഒരു വാക്യമാണ്. അറിഞ്ഞേ, ഒന്ന് ശ്രദ്ധിക്കൂ. ദൈവപുത്രനെ ചവിട്ടിക്കളയുകയാണ്, വിശുദ്ധീകരിച്ച നിയമരക്തത്തെ മലിനമാക്കുകയാണ്, കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുകയും ചെയ്യുന്നവർ എത്ര കഠിനമായ ശിക്ഷയാണ് അവർക്ക് വരാൻ പോകുന്നത്. അത് നമ്മളിൽ വരാതിരിക്കാൻ വേണ്ടിയാണ് എബ്രായ ലേഖനത്തിൽ വളരെ ഗൗരവത്തോടുകൂടെ 4 അപകട മുന്നറിയിപ്പുകൾ. 1, ഒഴുകിപ്പോകാതിരിക്കാൻ. 2, ദുഷ്ടഹൃദയം ഉണ്ടാകാതിരിക്കാൻ. 3, പിന്മാറിപ്പോകാതിരിക്കാൻ. 4, ദൈവപുത്രനെ ചവിട്ടിക്കളയാതിരിക്കാൻ. ഇങ്ങനെ 4 അപകട മുന്നറിയിപ്പുകൾ എബ്രായ ലേഖനം നൽകുകയാണ്. അപ്പം 13 അധ്യായത്തിൽ യേശുക്രിസ്തുവിന്റെ ശ്രേഷ്ഠത നൽകുമ്പോൾ തന്നെ ഈ 13 അധ്യായങ്ങൾ തുടർമാനം നമ്മുടെ പഠനത്തിന് വിധേയമാക്കിയാൽ അതിപ്രധാനമായ 4 അപകട മുന്നറിയിപ്പുകളിലൂടെ നമുക്കിതിൽ നിന്ന് പഠിക്കുവാൻ കഴിയുന്നുണ്ട്. ഇനി നമ്മൾ വായിച്ച വാക്യത്തിന്റെ ശ്രദ്ധേയമായ ചിന്തകൾ വേഗത്തിൽ പറഞ്ഞവസാനിപ്പിക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. 3-ന്റെ 1-ാം വാക്യത്തിന്റെ മർമ്മം നമുക്ക് വേണ്ടുന്ന വാചകത്തെ മാത്രം അടർത്തിയെടുക്കുകയാണ്. ആ വാചകം ഇപ്രകാരമാണ്: യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുക. നമ്മുടെ ശ്രേഷ്ഠ മഹാപുരോഹിതനായ നമ്മുടെ യേശുവിനെ ഒന്ന് ശ്രദ്ധിച്ച് നമ്മൾ നോക്കണം. ഈ അധ്യായത്തിൽ തന്നെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്ക് ചില കാഴ്ചകൾ അതിൽ നമുക്ക് കാണാൻ കഴിയുന്നു.
ആ കാഴ്ചകളാണ് ഇനി വിവരിക്കേണ്ടത്. വിവരണങ്ങൾ എനിക്ക് തന്നിരിക്കുന്ന സമയപരിമിതികൾ കൊണ്ട് തീരില്ല എന്നെനിക്കറിയാം. എങ്കിലും വേണ്ടത് മാത്രം വേഗത്തിൽ പറഞ്ഞ് ഞാനൊന്ന് ഉറപ്പിക്കുകയാണ്. എബ്രായ ലേഖനം വെറുതെ കാടുകയറി പ്രസംഗിക്കുവാൻ പറ്റാത്ത ഒരു പുസ്തകമാണ്. വളരെ അടിത്തറ പാകിക്കൊണ്ട് തന്നെ അതിന് വചനസത്യങ്ങളെ ചേർത്ത് വയ്ക്കേണ്ടതാണ്. ആത്മാവ് എനിക്ക് തരുന്നു എന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു വിടാൻ പറ്റുന്നൊരു പുസ്തകമല്ലിത്. ഇത് വളരെ കൃത്യതയോടുകൂടെ പഠിച്ച് അവതരിപ്പിക്കേണ്ട ഒരു പുസ്തകമാണ്. എൻ്റെ പഠനത്തിൽ നിന്നും എനിക്ക് മനസ്സിലായ ഒരു ചിന്തയുണ്ട്. ആ ചിന്ത പുതിയ നിയമത്തിൻ്റെ ഒരു പഴയ നിയമ പുസ്തകം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വിധത്തിൽ പഴയ നിയമത്തിൻ്റെ സകല മൂല്യങ്ങളും ചേർത്ത് വെച്ചിട്ട് അതിനപ്പുറം ക്രിസ്തുവിനെ ഉയർത്തി കാണിക്കുവാൻ ഒട്ടും മടി കാണിക്കാത്തൊരു ലേഖനം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ വായിച്ച വേദഭാഗത്തിൽ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കാൻ പറഞ്ഞപ്പോൾ ഈ 3-ാം അധ്യായം തന്നെ ഞാൻ പഠനത്തിന് വിധേയമാക്കി. 3-ാം അധ്യായത്തിൽ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കാൻ ഞാൻ തുടങ്ങി. യേശുവിനെ നോക്കിയവരുണ്ട്, കണ്ടവരുണ്ട്, യേശുവിനെ അറിഞ്ഞ പല ആളുകളുമൊക്കെ ഉണ്ട്. ഒക്കെ നമുക്ക് വേദപുസ്തകത്തിൻ്റെ ഇതര ഭാഗങ്ങൾ ഇതിനോട് സപ്പോർട്ട് ചെയ്ത് നമുക്ക് പ്രഭാഷണത്തിന് ചേർത്ത് വയ്ക്കാം. എങ്കിലും ഈ പുസ്തകത്തോട് നീതി പുലർത്തേണ്ടതിനും ഈ വാക്യത്തോട് നീതി പുലർത്തേണ്ടതിനും ഈ അധ്യായത്തിൽ ഞാൻ കണ്ണോടിക്കുകയാണ്. കണ്ണോടിച്ചപ്പോൾ കണ്ട 3 സത്യങ്ങൾ ഒന്ന് ചേർത്ത് വയ്ക്കുകയാണ്. യേശുവിൽ കാണുന്ന 3 അതിമഹത്വകരമായ ശ്രേഷ്ഠതകളാണ്. യേശുവിനെ ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ എബ്രായലേഖനം 3-ന്റെ 2-ാം വാക്യം ഇപ്രകാരം നാം വായിക്കേണ്ടിയിരിക്കുന്നു. ഇങ്ങനെയാണ് വേദപുസ്തകം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്: മോശ ദൈവഭവനത്തിലൊക്കെയും വിശ്വസ്തനായിരുന്നത് പോലെ യേശുവും തന്നെ നിയമിച്ചാക്കിയവന് വിശ്വസ്തൻ ആകുന്നു. എത്ര ഗൗരവം! യേശു ക്രിസ്തുവിനെ ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ കണ്ട കാഴ്ച കണ്ടോ? ആ തിരുവെഴുത്തിന്റെ ശ്രേഷ്ഠത കണ്ടോ? അവിടെ പറയുകയാണ് മോശ ദൈവഭവനത്തിലൊക്കെയും വിശ്വസ്തനായിരുന്നത് പോലെ. അപ്പോ ദൈവഗ്രഹത്തിന് മോശ വിശ്വസ്തനായിരുന്നു. അതുപോലെ എന്താണ് ദൈവഗ്രഹം എന്നിവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്? ഇസ്രായേൽ ജനസമൂഹത്തെയാണ്. രൂബേൻ, ശിമിയോൻ, യഹൂദ, സെബൂലൂൻ, ഇസഖാർ, ദാൻ, ഗാദ്, ആശേർ, നഫ്താലി, എഫ്രൈം, മനശ്ശെ, ബെന്യാമീൻ ഇങ്ങനെ തുടങ്ങുന്ന 12 ഗോത്രങ്ങളിൽ കൂടെ പെറ്റുപെരുകിയ ഈ ജനസമൂഹത്തിന്റെ നടുവിൽ മോശയെക്കുറിച്ച് വളരെ കൃത്യതയോടുകൂടെ യേശുവിന്റെ വാക്കുകളാണിത്. പൗലോസ് കൃത്യതയോടുകൂടെ ഇത് പരിചയപ്പെടുത്തുകയാണ്. അവിടെ എല്ലാം മോശ വിശ്വസ്തനായിരുന്നു. ഞാൻ യേശു ഇത് പറഞ്ഞു എന്ന് പറയുന്ന കാര്യം പൗലോസിന് അത്ര കൃത്യതയോടുകൂടി ഇത് തെളിയിക്കുവാൻ പറ്റുന്നതിനേക്കാൾ ഗൗരവമാണല്ലോ യേശു വെളിപ്പാടിനാൽ അത് പകർന്നു കൊടുത്താൽ. അതുകൊണ്ട് തന്നെ ഞാൻ വിശ്വസിക്കുന്നത് യേശു പറഞ്ഞു കൊടുത്തവൻ വിശ്വസ്തൻ തന്നെയായി. പക്ഷെ ഇതിനകത്ത് ഒരു മറഞ്ഞു കിടക്കുന്ന ഒരു സത്യമുണ്ട്. അവിടെ ആ തിരുവെഴുത്തുകൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കേട്ടെ. മോശ ദൈവഭവനത്തിലൊക്കെയും വിശ്വസ്തനായിരുന്നത് പോലെ യേശുവും തന്നെ നിയമിച്ചാക്കിയവന് വിശ്വസ്തൻ ആകുന്നു. ഇവിടുത്തെ പ്രത്യേകത യേശു മോശയെ പോലെ ദൈവഗ്രഹത്തിന് വിശ്വസ്തൻ എന്നല്ല എഴുതിയത്. പിന്നെയോ തിരുവെഴുത്ത് പറയാണ് നിയമിച്ചാക്കിയവന് വിശ്വസ്തൻ. ഇവിടെ കാര്യഗൗരവമുള്ളവർക്ക് ഒരു കാര്യം പിടികിട്ടുന്നുണ്ട്. പറയാതെ പറഞ്ഞ മോശയുടെ ഒരു പരാജയം ഈ വാക്യത്തിനകത്തുണ്ട്. എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? മോശേ, നീ ദൈവഗ്രഹത്തിനൊക്കെയും ഇസ്രായേൽ ജനസമൂഹത്തിന് നടുവിൽ വിശ്വസ്തനാണെങ്കിലും നിന്നെ നിയമിച്ചാക്കിയവന് നീ വിശ്വസ്തനല്ല എന്നാണ് ഈ വാക്യം സമർത്ഥിക്കുന്നത്. പക്ഷെ യേശുവിനെ കുറിച്ച് പറയുന്നത് അങ്ങനല്ല. യേശു ഇസ്രായേൽ വിശ്വസ്തൻ എന്നുള്ള പദമല്ല, അതിനേക്കാൾ അപ്പുറം തന്നെ ഇവിടെ നിയമിച്ചാക്കിയ ഒരുവനുണ്ട്. അവന്റെ മുൻപിൽ യേശു വിശ്വസ്തനായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഈ തിരുവെഴുത്ത് ശ്രദ്ധിക്കുന്നവരോട് ഒന്ന് ഓർമ്മപ്പെടുത്താം. നമുക്ക് ഈ വാക്യത്തിൽ നിന്നുകൊണ്ട് മോശയുടെ ജീവിതത്തിന്റെ ഒരു ചെറിയ പശ്ചാത്തലം ഒന്ന് നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. മിസ്രൈമിന്റെ മണ്ണ് വിട്ടുള്ള പുറപ്പാട് മരുഭൂമിയിൽ കൂടെ യാത്ര ചെയ്തു പോയി. ഏകദേശം 2 വർഷം പിന്നിടുമ്പോൾ രഫീദിമിൽ ഇവരെത്തിയ സമയത്ത് അവിടെ കുടിക്കുവാൻ വെള്ളമില്ലായിരുന്നു. കുടിക്കുവാൻ വെള്ളമില്ലാതിരുന്ന സമയത്ത് ജനം മുഴുവനും നിലവിളിച്ചപ്പോൾ മോശ ദൈവത്തോട് നിലവിളിക്കുന്നു. മോശയ്ക്ക് ദൈവത്തിന്റെ മറുപടി, നീ പണ്ട് നദിയെ അടിച്ച വടിയുമായിട്ട് വന്ന പാറയെ അടിക്കുക. അങ്ങനെ ആ പാറയെ അടിച്ചപ്പോൾ
ആ പാറയിൽ നിന്നും ജലം പുറപ്പെടുകയാണ്. ആവശ്യത്തിന് അവർ കോരിക്കുടിക്കുന്നു, നമുക്കറിയാം. എന്നാൽ കാലമൊരൽപ്പം മുൻപോട്ട് പോയി. ഈ സംഭവം നടന്നതിന് ഏകദേശം ചരിത്രകാരന്മാർ പറയുന്നു 38 വർഷം കഴിഞ്ഞപ്പോൾ, അതെ 38 വർഷം കഴിഞ്ഞപ്പോൾ തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, മോശയും ഈ ജനസമൂഹവും കൂടെ മരുഭൂമിയിൽ കൂടെ പ്രയാണം ചെയ്ത് സീൻ മരുഭൂമിയിലേക്ക് എത്തിയപ്പോൾ ആ സീൻ മരുഭൂമിയിൽ ഇതുപോലെ തന്നെ കുടിക്കുവാൻ വെള്ളമില്ലാതിരുന്ന ഒരവസ്ഥ അവരുടെ ജീവിതത്തിലുണ്ടായി. ഈ അവസരത്തിൽ യഹോവയാകുന്ന ദൈവം, സംഖ്യാപുസ്തകത്തിലാണ് എഴുതിയിരിക്കുന്നത്, 20-ാം അധ്യായം 7-ാമത്തെ വാക്യം, 20-ന്റെ 7 പറയുകയാണ്, മോശേ നീ വടിയെടുത്തുകൊണ്ട് ചെന്ന് ആ പാറയോട് നീ കൽപ്പിക്കുക. പാറയോട് കൽപ്പിക്കാൻ പറഞ്ഞപ്പോൾ 11-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത് 2 വട്ടം മോശ പാറയെ അടിച്ചു. ഇതൊന്നും നമ്മളിവിടെ വിവരിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഞാനിവിടെ യേശുവിനെ ഉയർത്താൻ വേണ്ടിയാണ് ഈ മോശയുടെ ചരിത്രത്തിൻ്റെ ഒരു പശ്ചാത്തലത്തെ ഒന്ന് തൊട്ടുവിട്ട് ഉണർത്തിയത്. ഇസ്രായേൽ ഗൃഹത്തിന് മോശ കാണപ്പെട്ടൊരു ദൈവമാ. പക്ഷേ മോശയാക്കി വെച്ച ദൈവത്തിന് മുൻപിൽ മോശ വിശ്വസ്തനല്ല എന്ന് പറയാതെ പറയുന്നൊരു വാക്യമാണ് എബ്രായ ലേഖനത്തിൽ 3:2 നമ്മൾ കാണുന്നത്. എന്നാൽ യേശു അങ്ങനെയല്ല. യേശു ഇവനെ നിയമിച്ചാക്കിയവന്റെ മുൻപിൽ അവൻ വിശ്വസ്തനായിരുന്നു. ഇന്ന് രാത്രിയിലും തിരുവെഴുത്ത് കേൾക്കുന്ന ദൈവമക്കളോട് ഞാൻ ആവേശത്തോടുകൂടി ഓർമ്മപ്പെടുത്തുന്നു, യേശുവിൻ്റെ ശുശ്രൂഷ മേഖലകൾ എവിടായിരിക്കും, എങ്ങനായിരിക്കും, എന്ത് ചെയ്യണമെന്നുള്ളത് പ്രീ പ്ലാനുകൾ, പ്രവാചകന്മാർ മുഖാന്തരം മുൻകൂട്ടി പ്രവചിച്ച പ്രവചനങ്ങൾ തിരുവെഴുത്തുകൾക്കകത്തുണ്ട്. യേശുവിൻ്റെ ശുശ്രൂഷ മേഖലകൾ പഠനത്തിന് വിധേയമാക്കിയപ്പോൾ സെബുലൂൻ ദേശമാണ്, നഫ്താലി ദേശമാണ്, ഗലീലയാണ്. ഈ പ്രദേശങ്ങളെക്കുറിച്ച് പറയുന്നു. അവിടെല്ലാം ഇരുട്ടിലിരിക്കുന്ന ജനമാണ്. ദൈവിക ബോധമില്ലാതെ അന്യദൈവങ്ങളും അന്യ ചിന്താഗതിക്കാരുമൊക്കെയായി ദൈവത്തിൽ നിന്നും അന്യരായി ഒരു സമൂഹം ആണ് ആ ദേശങ്ങളിലൊക്കെയും പാർക്കുന്നത്. പക്ഷേ ഇവിടേക്ക് യേശു ക്രിസ്തു ചെന്ന് തൻ്റെ ശുശ്രൂഷകൾ നിർവഹിക്കപ്പെടുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാകുന്നു, നിയമിച്ചാക്കിയവന്റെ മുൻപിൽ യേശു വിശ്വസ്തനായിരുന്നു. യേശുവിൽ ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാൻ കഴിയുന്ന ക്വാളിറ്റി എന്താ? നിയമിച്ചാക്കിയവന്റെ മുൻപിൽ അവൻ വിശ്വസ്തനാണ്. ഇന്ന് ഈ സന്ദേശം ഈ രാത്രിയിൽ കേൾക്കുമ്പോൾ ഈ ആത്മീയ സന്ദേശത്തിൽ കൂടെ നിന്നുകൊണ്ട് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, നിയമിച്ചാക്കിയവന്റെ മുമ്പിൽ വിശ്വസ്തനാണോ? പ്രസ്ഥാനങ്ങൾ വേലയേൽപ്പിക്കുമ്പോൾ പ്രസ്ഥാനത്തെ കാണിക്കാൻ വേണ്ടി ചോദിക്കാൻ തലയ്ക്ക് മുകളിൽ മാനുഷിക നിലവാരത്തിലുള്ളപ്പോൾ അവരുടെ സംതൃപ്തി ഉണ്ടാകുവാൻ വേണ്ടി അവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ എഴുതി കാണിച്ച് സപ്പോർട്ടിന് വേണ്ടി ഓടുന്ന പലരെയും നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇന്ന് രാത്രിയിൽ തിരുവെഴുത്തുകൾ കേൾക്കുന്ന വിശ്വാസ ജീവിതം നയിക്കുന്ന ഭക്തന്മാരോടുള്ള ബന്ധത്തിൽ പറയുന്നു, നമ്മുടെ വിശ്വസ്തത വെളിപ്പെടുന്നത് ഇസ്രായേൽ ഗ്രഹത്തിലല്ല നമുക്ക് വേണ്ടത്, മറിച്ച് നമ്മുടെ വിശ്വസ്തത വെളിപ്പെടേണ്ടത് നിയമിച്ചാക്കിയവന്റെ മുൻപിലായിരിക്കണം. നമ്മളെ ആരാണോ നിയമിച്ചാക്കിയത് അവന്റെ മുമ്പിൽ വിശ്വസ്തരായിരിക്കണം. ആളുകൾ എന്തും പറഞ്ഞോട്ടെ, അപവാദങ്ങളോ അപമാനങ്ങളോ നമുക്ക് നേരെ അവർ ഏത് തരത്തിലും അവർ തൊടുത്തുവിട്ടോട്ടെ, പക്ഷേ നമ്മൾ അതൊന്നും കണ്ട് ഭയപ്പെടരുത്. മറിച്ച് നമ്മൾ ഇന്ന് ഈ രാത്രിയിലും പറയണം, എന്നെ വേലയ്ക്കാക്കിയ ഒരു വിശ്വസ്തനുണ്ട്, അവന്റെ മുമ്പിൽ വിശ്വസ്തനായി ജീവിക്കുക. അതാണ് ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ യേശുക്രിസ്തുവിൽ നിന്ന് കണ്ട അതിശ്രേഷ്ഠകരമായ ഒരു മഹത്വകരമായ ക്വാളിറ്റിയാണ് ഞാൻ ഇന്ന് രാത്രിയിൽ 1-ാം പാദത്തിൽ ഞാൻ ഇവിടെ ഓർമ്മപ്പെടുത്തിയത്. സമയം അതിവേഗം മുൻപോട്ട് പോയെന്ന് എനിക്കറിയാം. ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. 2 ഭാഗങ്ങളും കൂടെ അതിനോട് ചേർത്ത് വിസ്തരിക്കപ്പെടേണ്ടതാണ്. സമയത്തിന്റെ പരിമിതിയിൽ പറഞ്ഞവസാനിപ്പിക്കട്ടെ. എൻ്റെ മാന്യശ്രോതാവേ, യേശു വിശ്വസ്തനായിരുന്നു. ആർക്ക് വിശ്വസ്തനായിരുന്നു? നിയമിച്ചാക്കിയ തന്റെ പിതാവിന്റെ മുൻപിൽ അവൻ വിശ്വസ്തനായിരുന്നു. നമ്മുടെ വിശ്വസ്തത എവിടെയാണ് വെളിപ്പെടേണ്ടത്? സെൻട്രൽ പാസ്റ്റിനെയോ
കൗൺസിൽ മെമ്പർമാരുടെ മുൻപിലോ അവിടെ എങ്ങുമല്ല, ഇവിടെ കമ്മിറ്റിക്കാരുടെ മുൻപിലല്ല, നമ്മളെ നിയമിച്ചാക്കിയവന്റെ മുമ്പിൽ വിശ്വസ്തനായി നമുക്കും ജീവിതയാത്ര ചെയ്യാം. നമ്മൾ ഫോളോ ചെയ്യുന്നത്, നമ്മൾ അനുകരിക്കുന്നത്, നമ്മൾ ഉൾക്കൊള്ളാൻ തൽപരനായി നമ്മൾ ഏറ്റെടുത്തിരിക്കുന്ന ഒരു വ്യക്തിപ്രഭ യേശു ക്രിസ്തു അല്ലേ? ആ യേശു ക്രിസ്തുവിന്റെ പിന്നാലെ നമുക്ക് യാത്ര ചെയ്യാം. അതുകൊണ്ട് വിശ്വസ്തനായ ആ യേശുവിനെ നമ്മുടെ ഗുരു എന്ന് പറഞ്ഞുകൊണ്ട്, നമ്മുടെ ദൈവം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കും അവന്റെ പാത തന്നെ പിന്തുടരാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. രണ്ടാം ഭാഗത്ത് തിരുവചനം പറഞ്ഞവസാനിപ്പിക്കുമ്പോൾ ഇങ്ങനെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, അവൻ അധികം മഹത്വത്തിന് യോഗ്യനാണ്. ഓക്കെ, ഈ എബ്രായ ലേഖനം തന്നെ 3:3 നിങ്ങൾ പിന്നീട് വായിച്ചു നോക്കുക. അവിടെ എഴുതിയിരിക്കവൻ മഹത്വത്തിന് യോഗ്യൻ. വെറും മഹത്വം എന്നല്ല പറഞ്ഞു, അധികം മഹത്വത്തിന് യോഗ്യം. ഫിലിപ്പിയ ലേഖനം വളരെ ഗൗരവത്തോടെ വിവരിക്കേണ്ടതാണ്. വെളിപ്പാട് പുസ്തകം വളരെ ഗൗരവത്തോടെ വിവരിക്കേണ്ടതാണ്. മഹത്വത്തിന് യോഗ്യൻ. സമയം പോയതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്, വേഗത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. മൂന്നാമത്തെ പോയിന്റ് തിരുവചനം പറയുന്നു, അധികാരിയായ പുത്രനാണ്. ഓക്കെ, എബ്രായ ലേഖനം 3:6 വരുമ്പോൾ തിരുവെടുത്ത് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, ക്രിസ്തുവോ അവന്റെ ഭവനത്തിന് അധികാരിയായ പുത്രനായിട്ട് തന്നെ. അപ്പോൾ യേശു ക്രിസ്തു അധികാരിയായ പുത്രനാണ്. ഒന്നാമത്തെ അധികാരം തന്റെ ജീവിത കാലഘട്ടങ്ങളിൽ താൻ വെളിപ്പെടുത്തുകയാണ്. എന്തായിരുന്നു? പാപങ്ങളെ മോചിപ്പാൻ തനിക്ക് അധികാരമുണ്ടെന്ന് താൻ അത് തെളിയിച്ചു. പോട്ടെ, ഇനി രണ്ടാമത്തെ അധികാരം, യേശു ക്രിസ്തുവിന് ന്യായം വിധിക്കാനുള്ള അധികാരമുണ്ട്. ഈ ബോധമുണ്ടാകട്ടെ, അവൻ അധികാരിയാണ്. എവിടെ? തിരുവെടുത്ത് പറയുകയാണ്, ക്രിസ്തുവോ അവന്റെ ഭവനത്തെ അവൻ അധികാരിയായ ഒരു പുത്രനാണ്. അധികാരം പ്രാപിച്ച യേശു ക്രിസ്തു കാൽവറിയിൽ കിടന്നുകൊണ്ട് ഉറക്കെ വിളിച്ചു പറഞ്ഞു, സകലതും നിവർത്തിയായി. മാനവകുലത്തെ രക്ഷിക്കുവാൻ വേണ്ടിയുള്ള സകലതും നിവർത്തീകരിച്ച് തന്നിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഉത്തരവാദിത്തത്തിൽ നിന്നും പിന്തിരിയുമ്പോൾ തന്നെ അടുത്ത ഏൽപ്പിക്കുവാൻ പോകുന്ന ഒടുവിൽ വിളിച്ചു പറഞ്ഞു, നിവർത്തിയായി എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ പ്രാണനെ പിതാവിന്റെ കരത്തിലേക്ക് ഏൽപ്പിച്ച് സ്വർഗത്തോളം ജീവിതത്തിന്റെ എല്ലാ ശ്രേഷ്ഠതകളും ഉയർന്നു നിൽക്കുന്ന ഉന്നതനും ഉയർന്നവനുമായ ശാശ്വതവാസിയായ നിത്യനായ ദൈവത്തെ നമുക്ക് ജീവിതത്തിൽ ഏറ്റെടുക്കാം. നമുക്ക് ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ കണ്ട അതിമഹത്വരകമായ ഈ 3 കാര്യങ്ങൾ മറന്നുപോകാതെ നിങ്ങളുടെ മനസാക്ഷിയിൽ കുറിക്കൊള്ളട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. 1, യേശു വിശ്വസ്തനാണ്, നിയമിച്ചാക്കിയവന്റെ മുൻപിൽ വിശ്വസ്തൻ. 2, യേശു ക്രിസ്തു അതിമഹത്വത്തിന് അവൻ യോഗ്യനാണ്. അപ്പോൾ 2, അവൻ യോഗ്യനാണ്. 3, തിരുവെഴുത്ത് പറയുന്നു, അധികാരിയായ പുത്രനാണ്. അങ്ങനെ യേശു ക്രിസ്തുവിന്റെ അതിശ്രേഷ്ഠതകൾ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ 3-ാം അധ്യായത്തിൽ നിന്നുകൊണ്ട് 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ കണ്ണോടിച്ചപ്പോൾ കണ്ട അതിശ്രേഷ്ഠകരമായ 3 കാര്യങ്ങൾ നിങ്ങളുടെ മനസാക്ഷിയിലേക്ക് ചേർത്ത് വയ്ക്കുമ്പോൾ നമുക്ക് പിന്തുടരാം ഈ സത്യദൈവത്തെ, വിശ്വസ്തനായ ഈ ദൈവത്തെ, മഹത്വത്തിന് യോഗ്യനായ ഈ ദൈവത്തെ, അധികാരിയായ ഈ പുത്രനെ നമുക്ക് പിന്തുടരാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് എനിക്ക് ദൈവവചനം സംസാരിക്കുവാൻ അവസരം നൽകി എന്നെ ക്ഷണിച്ച കർത്താവിന്റെ ദാസൻ സുമേഷ് പി ലാസറിനോടുമുള്ള കുടുംബത്തോടുമുള്ള ഹൃദയംഗമായ എന്റെ നന്ദിയും പ്രകാശിപ്പിക്കുന്നു. ദൈവം നമ്മെ ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.